ഞങ്ങളുടെ വീട്ടിൽ അബിയു മരത്തുമ്പഴേ 2 കായ പഴുത്ത് നിൽക്കണ്ടിട്ടാ. നിറം മാറിയപ്പോൾ തുടങ്ങിയ പിള്ളേർ പറഞ്ഞു തുടങ്ങിയതാണ് അമ്മ അത് പൊട്ടിച്ചാലോന്ന്. ഇനിയിപ്പോൾ ചിലപ്പോൾ കാത്തു വെച്ച സാധനം കയ്യിൽ കിട്ടില്ല. ഞാൻ പൊട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് രണ്ടാൾക്കും പറ്റില്ല കേട്ടോ, അവർക്ക് തന്നെ പൊട്ടിക്കണം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ചേച്ചി പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് അനിയന് കാര്യം മനസ്സിലായത്, അവന് പൊട്ടിക്കാൻ എത്തില്ല എന്ന്. അപ്പോൾ ചേച്ചി അവനെ തോളി കയറ്റിയിട്ട് പൊട്ടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ കേട്ടാ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവർ തമ്മിൽ ഒടുക്കത്തെ സ്നേഹമാണ്, വെറും അഭിനയാണ് കേട്ടാ. ഇവരുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ 5 മിനിറ്റ് വീട്ടിൽ വന്ന് നോക്കണം. ഈ അബിയു നട്ടിട്ടേ 2 കൊല്ലമായിട്ടുള്ളൂ കേട്ടാ. കഴിഞ്ഞ വട്ടം ഒരു കായ മാത്രമേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ നട്ടത് വെറുതെ ആയല്ലോ എന്ന്. പക്ഷെ ഇപ്രാവശ്യം നിറയെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അതിൽ 2 എണ്ണം മാത്രമേ പഴുത്തിട്ടുള്ളൂ. സംഭവം പൊട്ടിച്ച സ്ഥിതിക്ക് ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ. വട്ടത്തിൽ മുറിക്കണോ നീളത്തിൽ മുറിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ പിള്ളേർ പറഞ്ഞു അമ്മ എങ്ങനെയെങ്കിലും അതൊന്ന് മുറിച്ചതായോ എന്ന്. അങ്ങനെ 2ഉം കൽപ്പിച്ച് വട്ടത്തിൽ മുറിച്ച് നോക്കിയിട്ടാ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, നമ്മുടെ പനനൊങ്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നീളത്തിലൊരു കുരു ഉണ്ടായിരുന്നു. കുരു കണ്ട ഏകദേശം ഒരു ചക്കക്കുരുൻ്റെ അത്രയും വലിപ്പം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അതേപോലെയൊക്കെ തന്നെ ഇരിക്കും. പിന്നെ ഇതേ പിള്ളേർ ഓരോരുത്തരായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അവർക്ക് ആദ്യം കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, പിന്നെ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഉണ്ണി നോക്കിയിരിക്കണപ്പോൾ അവൻ്റെ വായിലും കുറച്ച് വെച്ച് കൊടുത്തു കേട്ടോ. ആദ്യം കൊടുത്തപ്പോൾ വേണ്ട വേണ്ടെന്ന് ആംഗ്യം കാണിച്ചു. പിന്നെ അമ്മ കുറേ നിർബന്ധിച്ചിട്ടല്ലേ കരുതി കൊച്ച് വായ തുറന്നു കേട്ടോ. പക്ഷെ അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ തന്നെ ഓക്കാനിച്ച് തുപ്പിക്കളഞ്ഞു. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കും ആദ്യം കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, പിന്നെ കഴിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. കറക്റ്റ് ടേസ്റ്റ് പറയാൻ എനിക്കറിയണില്ല കേട്ടോ. ചിക്കുവിൻ്റെയും നമ്മുടെ പനന്നൊങ്കിൻ്റെയും കരിക്കിൻ്റെയും ഒക്കെ കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.